ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന് പലതും അറിയാം. പക്ഷേ അച്ഛൻ ചിലതൊക്കെ മറച്ചു വെക്കുന്ന പോലെ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ എന്തിനാടാ മറച്ചു വെക്കുന്നത്? അച്ഛാ, ആ അംബിക മാഡത്തിന്റെ തടവറയില് ഈ മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ, അന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അടുത്ത ദിവസം ഈ അങ്കിളിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയതാ. അപ്പോഴേക്കും അംബിക മാഡം അവിടുന്ന് ആളെ മാറ്റി. അച്ഛനെന്താ ആലോചിക്കുന്ന? ജഗന്നാഥൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയിന്ന എല്ലാവരും കരുതിയിരുന്നത്. ഇതിപ്പോ വലിയ അത്ഭുതമായിരിക്കുന്നു. അച്ഛാ, സത്യത്തിൽ ഇദ്ദേഹം ആരായിരുന്നു? നിങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഒരു കാലത്ത് പ്രതാപവർമ്മ സാറിന്റെ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു ഞാനും ജഗന്നാഥനും. അദ്ദേഹത്തിന്റെ ഇടവും വലവും ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. ഞാൻ പല തിരക്കുകൾ കൊണ്ട് മാറിപ്പോയിരുന്നെങ്കിലും വർമ്മ സാറിന്റെ വലങ്കൈയായിരുന്നു ജഗന്നാഥൻ. ഒരർത്ഥത്തിൽ പറഞ്ഞ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എന്നാ വർമ്മ സാറിന്റെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കാരണ സാറും പത്മാവതി മാഡവും പിരിയാനിടയായത്. ഈ 3 പേരും വളരെ നല്ല സ്വഭാവമുള്ളവരായിരുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് വീശിയത്. അതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ജഗന്റെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആളെ നമുക്ക് നാളെ നേരിൽ കാണാം. എന്താ സംഭവിച്ചതെന്ന് ജഗൻ തന്നെ പറയട്ടെ. നീ നിന്ന് ചിരിക്കുന്നു. അവൾ പറഞ്ഞൊന്നും കേട്ടില്ലേ? പറഞ്ഞത് എന്തായാലും അവരിപ്പോ ഒരു മുഴു ഭ്രാന്തിയായില്ലേ? ഈ വീട്ടിലൊരു മുറിയില് തടവിലും ആയില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ അവള് നമുക്കെതിരെ തിരിഞ്ഞതും ശത്രുവായതും എത്ര പെട്ടെന്നായിരുന്നു. അല്ല, ഇനി അവരെ എന്ത് ചെയ്യാൻ നമ്മുടെ പ്ലാൻ?